യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ. നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ. നിന്മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ വിൺമഹിമ വേടിഞ്ഞോ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ. ഒന്നുമേ ശക്തമല്ലി ബന്ധം മാറ്റുവാൻ എന്തൊരു ഭാഗ്യമിത്. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. സംഗീത പ്രമാണിക്ക് അഷ്ടമരാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം, 12-ാം സങ്കീർത്തനം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തരും താന്താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടി അവർ സംസാരിക്കുന്നു. കപടമുള്ള അധരങ്ങളെ ഒക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ. ഞങ്ങൾക്ക് യജമാനൻ ആർ എന്നവർ പറയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് വിലയിൽ ഒരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. ദൈവമേ, കർത്താവേ, ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഇന്ന് ആഴ്ചവട്ടത്തിന് 1-ാമത്തെ ദിവസമാകുന്നു. കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവെ ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ കൂടി വരുന്ന ഈ സമയത്ത് അവിടുത്തെ ജനത്തിന് വേണ്ട വിടുതൽ സ്വർഗത്തു നിന്ന് കൽപ്പിച്ചു തരുമാറാകണം. ഞങ്ങൾക്ക് വേണ്ട ആലോചന, ഞങ്ങൾക്ക് വേണ്ട വചനം, ഞങ്ങൾക്ക് വേണ്ട ശക്തി, ഞങ്ങൾക്ക് വേണ്ട ആത്മാവിൻ്റെ നിറവ്, ഇതൊക്കെയും എൻ്റെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകരേണ്ടതിന് വേണ്ടി ഈ സമയത്ത് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ ഇന്ത്യ ജീസസിനെ ബന്ധക്കോസ്ത് സഭയെ ഓർക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ കർത്താവെ സഭയുടെ പ്രവർത്തനങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ കർത്താവ് ഇടയ്ക്കായിട്ട് ഒരു സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സഭ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസവും പ്രാർത്ഥനയുമായിരിക്കുകയാവുന്നു. വലിയൊരു വിടുതലും ആശ്വാസവും കർത്താവെ ക്രമീകരണങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സഭ മുഖാന്തരം കൽപ്പിച്ചു തരുമാറാകണം. കർത്താവിൻ്റെ കൃപയും കരുണയും ഞങ്ങളോട് പിരിയാതിരിക്കണമേ. സ്വർഗം വലിയവ ചെയ്യുമാറാകണമേ. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങൾക്കതിൽ നിന്ന് ഞങ്ങളുടെ പ്രാണൻ്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ടുള്ളത് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ കാത്തോളമേ, അനുഗ്രഹിക്കണേ. നന്മകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിരിക്കാം. ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് തന്നിട്ടുള്ള ഈ ദിവസം ആരാധനയുടെ ക്രമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ പ്രാർത്ഥനയോടുകൂടി സ്തോത്രഗീതങ്ങളോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. തങ്ങളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു.
സങ്കീർത്തനം വായിക്കുന്നു, സാക്ഷ്യം പറയുന്നു, പ്രബോധിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുന്നു. ഒടുവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കും കർത്താവ് ഹൃദയത്തിൽ വരുത്തിയ മാറ്റങ്ങൾക്കും ഒത്തവണ്ണം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സമർപ്പണത്തോടു കൂടി പ്രാർത്ഥന അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആരാധനയെക്കുറിച്ച് പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. എന്നാൽ ആരാധനയെ സംബന്ധിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ഏറ്റവും മുഖ്യമായിട്ടും ഒറ്റ കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് മുഴുവൻ ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചതാണ്, ലോകത്തെ ദൈവം സൃഷ്ടിച്ചതാണ്. ഇതിനെ ഇന്ന് ദുഷ്ടൻ കീഴടക്കിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നല്ല, പിന്നെയോ ദൈവം ഏൽപ്പിച്ച ഒരുവൻ്റെ കയ്യിൽ നിന്നാണ് ദുഷ്ടൻ ഇത് കൈവശമാക്കിയത്. ദൈവം സൃഷ്ടിച്ച് ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കിയതിന് ശേഷം 6ാമത്തെ സൃഷ്ടിയായ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ്റെ കയ്യിലാണ് ദൈവം ലോകത്തെ ഏൽപ്പിച്ചത്. തന്നെ ഏൽപ്പിച്ച ആ ലോകത്തെ സകലതും തൻ്റെ കാൽ കീഴായിരുന്നു. തനിക്ക് മീതെ ഒന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ ശബ്ദത്തിങ്കൽ, തൻ്റെ സാമീപ്യത്തിങ്കൽ, തൻ്റെ സാന്നിധ്യത്തിൽ സകല സൃഷ്ടിയും അവന് കീഴടങ്ങുമായിരുന്നു. അവനെ ഭയപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ അവൻ വണങ്ങത്തക്കതായ ഒന്നും ഉണ്ടായിരുന്നില്ല, കർത്താവ് ഒഴികെ. അത്ര ശ്രേഷ്ഠമായൊരു പദവിയിലിരുന്ന അവൻ ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കാതിരിക്കുകയും അത് നിമിത്തം ദൈവത്തെ സ്നേഹിക്കാതിരിക്കുകയും ദൈവത്തെ ഭയമില്ലാതിരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിങ്കൽ ഈ ലോകം ദൈവത്തിൻ്റെ എതിരാളിയായ ശത്രുവിൻ്റെ കൈക്കീഴിലേക്ക് പോയി. അങ്ങനെ ശത്രുവിൻ്റെ ശത്രുവിൻ്റെ ആധിപത്യത്തിൽ വന്ന ഈ ലോകം ഇന്ന് അവൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. അതിന് മുഖ്യ കാരണം, ലോകത്തെ കീഴടക്കിയതിൻ്റെ മുഖ്യ കാരണം, അതിനു മുൻപായി അവൻ മനുഷ്യൻ്റെ ഹൃദയത്തെ കൈവശമാക്കി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുമ്പോൾ ദുഷ്ടൻ്റെ അധീനതയിൽ ഈ ലോകം ആയിപ്പോകാനുള്ള കാരണം മനുഷ്യൻ്റെ ഹൃദയം അവൻ്റെ അധീനതയിലായിപ്പോയതാണ്. മനുഷ്യൻ്റെ ഹൃദയം അധീനതയിലായിപ്പോയതിൻ്റെ കാരണം അവൻ്റെ ഉപദേശം കേട്ടതുകൊണ്ടാണ്, അവൻ പറഞ്ഞത് വിശ്വസിച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ ദൈവം അകന്നുപോയതിൻ്റെ കാരണം ദൈവത്തെ അവിശ്വസിച്ചതുകൊണ്ടുമാണ്. ഇതുകൊണ്ട് ഇനി വീണ്ടും എങ്ങനെ നഷ്ടപ്പെട്ടുവോ എങ്ങനെ ഈ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ടുവോ അതേപോലെ തന്നെ വേണം തിരിച്ചു പ്രാപിപ്പാൻ. ഏറ്റവും ആദ്യമേ തന്നെ മനുഷ്യൻ്റെ ഹൃദയം അവനവന് കീഴ്പ്പെടണം. അതായത് നമ്മൾ ഹൃദയത്തെ നാം സ്വാധീനിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൈവശമാക്കണം. ഹൃദയത്തെ കൈവശമാക്കണമെങ്കിൽ അതിനകത്തിരിക്കുന്ന ദോഷങ്ങൾ, ശത്രു കീഴ്പ്പെടുത്തിയിരിക്കുന്ന അവൻ്റെ വചനങ്ങളും ഉപദേശങ്ങളും അവൻ്റെ ആധിപത്യവും നീങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ച് ഹൃദയത്തെ ശുദ്ധീകരിക്കണം. നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്. അതായത് നമുക്ക് തൻ്റെ ആത്മാവിനെ നൽകി നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ്. ആത്മാവിനെ നൽകിയത് എങ്ങനെയാണ്? ആത്മാവിനെ നൽകിയത് വചനം കേട്ടവരുമായി തൻ്റെ പരിശുദ്ധാത്മാവിനെ വന്നു. അപ്പോൾ അന്ന് ദൈവത്തിൻ്റെ ഉപദേശത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും വിരുദ്ധമായിട്ട് ഹവ്വ കേട്ട ആ വചനത്തിന് നേരെ വിപരീതമായി ഇന്ന് ക്രിസ്തുയേശുവിൻ്റെ സത്യവചനം, സത്യസുവിശേഷത്തിൽ കൂടി മനുഷ്യൻ കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാൻ ഇടയായി തീർന്നാൽ, അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന് ദൈവം കൊടുക്കുന്നതാണ് തൻ്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ലഭിച്ച ആ മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അനുസരണക്കേടിൻ്റെ ആത്മാവും പൈശാചിക ശക്തികളും ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വാധീനവും എല്ലാം നീക്കിയതിന് ശേഷം അവൻ്റെ ഹൃദയത്തെ അവൻ കൈവശമാക്കുകയാണ്. ഹൃദയം കൈവശമാക്കി കഴിഞ്ഞാൽ വീണ്ടും ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടെടുപ്പ് കഴിയുന്നത് മനുഷ്യൻ്റെ പ്രാണൻ മാത്രമാണ്. മനുഷ്യൻ്റെ പ്രാണനെ കർത്താവ് വീണ്ടെടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ. ശരീരം വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. അതും കൂടെ കഴിഞ്ഞാൽ മാത്രമേ പുത്രത്വം നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുമ്പോൾ
ഈ അധീനതയിൽ തന്നെയാണ് നമ്മുടെ ശരീരവും. ആ ശരീരത്തിലുള്ള അവകാശത്തിന്മേൽ നമ്മുടെ പ്രാണനോട് ശത്രു പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടതയെന്ന് പറയുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ആരാധനയെ സംബന്ധിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ നമ്മുടെ ഹൃദയത്തെ കൈവശമാക്കണം. ഹൃദയത്തെ കൈവശമാക്കിയാൽ അടുത്തത് ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ കീഴടക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വചനം പറയുന്നത് ഒരു ദിവസം സാത്താനെ, അതായത് ദൈവത്തിൻ്റെ എതിരാളിയെ നമ്മുടെ കാൽക്കീഴാക്കി ദൈവം മെതിച്ചു കളയും. അങ്ങനെ ലോകത്തെ ജയം പ്രാപിക്കും. ഇതാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം ആരാധനയിൽ കൂടി സാധിക്കുന്നത്. വീണ്ടും നമ്മൾ ആരാധനയിലേക്ക് തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് ആരാധനയുടെ പരമമായ ലക്ഷ്യം? ധാരാളം പേര് ആരാധിച്ചിട്ടുള്ളവരാണ്. പൗലോസും ശീലാസും ബന്ധനത്തിൽ കിടന്ന് ആരാധിച്ചതാണ്. ഒരു പാട്ട് പാടി. അബ്രഹാമും മകനും പോയി മോറിയ മലയിൽ പോയി ആരാധന കഴിച്ചിട്ട് വന്നു. അവർ ചെയ്തത് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചതാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പോയി ദൈവത്തെ ആരാധിച്ചു. അവർ ചെയ്തത് യാഗം കഴിച്ചതാണ്. യാഗം കഴിച്ച് ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിച്ചതാണ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ആകത്തുക എന്ന് പറയുന്നത്, ഈ മുഴുവൻ ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുമ്പോൾ ഈ അധീനതയിൽ കിടക്കുന്ന ലോകത്തിൽ നിന്ന് ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് ഒരവസരം മനുഷ്യനുണ്ടാക്കി കൊടുക്കുന്നതാണ് ആരാധന. അതായത് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇസ്രായേലിൻ്റെ സ്തുതികൾ മേൽ വസിക്കുന്നത്. ഇരുണ്ട ഒരു ലോകത്ത് ഒരാളോട് കർത്താവ് പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോയി ഒരു സ്ഥലത്ത് പോയി താമസിക്കാൻ പറഞ്ഞു. ആ സ്ഥലം ആണെങ്കിൽ ജാതികളുടെ ദേശമാണ്, തീർത്തും അന്ധകാരം പിടിച്ച ദേശം. അവിടെ സത്യദൈവത്തെ ആരും അറിയുന്നില്ല. അവിടെ അക്രമമാണ് മുഴുവൻ നടക്കുന്നത്. അതായത് സോദോം ഗൊമോറയെ പോലെ അത്രമാത്രം അക്രമം നടക്കുന്ന ഒരു സ്ഥലത്താണ് പോയി താമസിക്കുന്നത്. ലോത്ത് താമസിച്ചതുപോലെ അവിടെ പോയി താമസിക്കുമ്പോൾ ചുറ്റും ഇരുട്ടാണ്. ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നഗ്ന നേത്രം കൊണ്ട് കാണുന്ന ഇരുട്ടല്ല, പിന്നെയോ പ്രവർത്തികൾ മുഴുവനും ഇരുട്ടിൻ്റെ പ്രവർത്തികളാണ്. ആത്മീയ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ആ ദേശം മുഴുവനും ഇരുട്ടാണ്. അവിടെ എന്ത് ചെയ്യും? അവിടെ ആർക്ക് പ്രവർത്തിക്കാൻ കഴിയും? ദൈവം അവിടെ ഇല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ദുഃഖിച്ച് മാറി നിൽക്കുന്ന ഒരു ദേശമാണ് സോദോം ഗൊമോറയെ പോലെ. ആ സമയത്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവൻ. അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ കപടമില്ലാത്തവൻ, നിർമ്മല ഹൃദയമുള്ളവൻ, ദൈവത്തിൻ്റെ മകൻ, ഇങ്ങനെയൊക്കെയാണ് ഇസ്രായേലിൻ്റെ എന്ന പദത്തിൻ്റെ അർത്ഥം. ആ ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ പൈതൽ, ആ ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ ജനം ഏത് ഇരുണ്ട ദേശത്തും ഇരുന്ന് മുഴങ്കാല് മടക്കി സ്തുതി പറയുമ്പോൾ അവിടെ വെളിച്ചമാകുന്ന ദൈവത്തിന് പ്രവേശിപ്പാൻ ഒരവസരം കിട്ടുകയാണ്. സോദോം ഗൊമോറ മുഴുവൻ ഇരുട്ടാണ്, ദുഷ്ടൻ്റെ അധീനതയിലാണ്. ദുഷ്ടൻ്റെ പ്രവർത്തികൾ അത് നിറഞ്ഞിരിക്കുകയാണ്, ഇരുട്ടിനാൽ നിറഞ്ഞിരിക്കുകയാണ്. അന്ധകാരം ഭൂമിയെയും ഊരിരുട്ട് ജാതികളെയും മൂടുന്ന കർത്താവിൻ്റെ വചനപ്രകാരം അവിടെ മുഴുവൻ ഇരുട്ടാണ്. അത്രമാത്രം അന്ധകാരത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്ത് ലോത്ത് മുട്ടുമടക്കി, ദൈവമേ സ്തോത്രം, യേശുവേ കർത്താവേ സ്തുതിക്കുന്നു ദൈവമേ എന്ന് ആത്മാവിൽ സ്തുതിച്ചു കഴിയുമ്പോഴേക്കും ദൈവം അവിടെ പ്രവേശിക്കാൻ, സോദോം ഗൊമോറയിൽ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ആ ദേശത്ത്, ദുഷ്ടൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുന്ന ആ ദേശത്ത് ദൈവത്തിന് പ്രവേശിപ്പാൻ ഒരവസരം കിട്ടുകയാണ്. അതായത് കൂരിരുട്ട് നിറഞ്ഞ ഒരു ദേശത്ത് പാതിരാത്രിക്ക് ആ ഇരുണ്ട ദേശത്ത് ഒരു മെഴുകുതിരി കത്തിക്കുന്നത് പോലെ, ഒരു വിളക്ക് കത്തിക്കുന്നത് പോലെ, അനേക ഇരുട്ടിൻ്റെ മധ്യത്തിൽ ഒരു പ്രകാശം പോലെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. എന്നാൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിക്കുന്ന സ്തുതി അത് ന്യായമായിരിക്കണം. അതായത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതി എന്ന് പറയുമ്പോൾ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പ്രകാരമാണ്, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ഉചിതമായിരിക്കുന്ന സ്തുതിയും സ്തോത്രവും അർപ്പിക്കണം. ഉചിതമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരുള്ളവൻ്റെ സ്തുതിയിലാണ് ദൈവം വസിക്കുന്നതെന്ന് അർത്ഥം. നേരുള്ളവൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപടമില്ലാത്തവൻ, നിർമ്മല ഹൃദയമുള്ളവൻ, ദൈവത്തിൻ്റെ പൈതൽ. ഇതൊക്കെയും ഇണങ്ങിയ ആ പദം യോജിക്കുന്നത് ദൈവസഭയ്ക്കാണ്. അപ്പോൾ സാക്ഷാൽ ഇസ്രായേലിന് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവസഭയാണ്. ആ സഭ തന്നെയാണ് നേരുള്ളവരെന്ന് പറയുന്നത്.
അവരുടെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ് ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ആദ്യമേ തന്നെ ദൈവത്തിന് മുമ്പാകെ ആരാധിക്കാൻ വരുമ്പോൾ വേറെ ഒരു കാര്യവും ചെയ്യണ്ട. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, 50-ാം സങ്കീർത്തനത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ആട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? നിങ്ങൾ എനിക്ക് യാഗം കഴിക്കാൻ കൊണ്ടുവരുന്നു, ഞാൻ ഈ കാളകളുടെ മാംസം തിന്നുമോ? നിങ്ങൾക്ക് സാധാരണ ബോധമില്ലേ? ചിന്തിക്കാൻ പാടില്ലേ? ഞാൻ മാംസം, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുമോ? മനുഷ്യ, ഞാൻ നിന്നോട് പറയുമോ എനിക്കെന്തിനാ നിൻ്റെ ഭക്ഷണം, എനിക്കെന്തിനാ നിൻ്റെ മാംസം, എനിക്കെന്തിനാ നിൻ്റെ ആടുമാടുകളുടെ രക്തം? ഒരാവശ്യമില്ല. നീ ഒരു കാര്യം ചെയ്താൽ മതി. ഇതെല്ലാം ഞാൻ വ്യവസ്ഥ തന്നിരിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. സ്തോത്രമാണ് ദൈവത്തിന് വേണ്ടത്. എന്നാൽ ഈ ബുദ്ധിമുട്ടെല്ലാം ചെയ്യുന്നതിനൊക്കെ പകരം അബ്രഹാം വീട്ടിലിരുന്നുകൊണ്ട് സ്തോത്രം ചെയ്യാൻ പറഞ്ഞാൽ പോരെ? നീ സ്തോത്രം ചെയ്യ് എന്ന് പറഞ്ഞാൽ പോരെ? അതാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ യാഗമൊന്നും വേണ്ട, ഈ പറഞ്ഞ വഴിപാടൊന്നും വേണ്ട, സ്തോത്രം അർപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ പോരെ? അല്ല, അങ്ങനെയല്ല. സ്തോത്രം അർപ്പിക്കുന്നവൻ നേരുള്ളവനായിരിക്കണം. നേരുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരാ നേരുള്ളവൻ? ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചെങ്കിലും അവൻ അനേകം സൂത്രങ്ങൾ അന്വേഷിച്ച് വരുന്നവനാണ്. അതിനുശേഷം ആരാ നേരുള്ളവൻ? ആ നേരുള്ളവൻ എന്ന് പറയുന്നത് ദൈവം സാക്ഷ്യം കൽപ്പിക്കണം. ഇയ്യോബിനെ കുറിച്ച് അതാ പറഞ്ഞത്. സാത്താനോട് ചോദിച്ചു, നീ എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനും ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ വേറെ ആരും ഇല്ലല്ലോ എന്ന് കർത്താവ് സാക്ഷ്യം പറയാൻ നേരുള്ളവനാണ്. അപ്പം നേരുള്ളവന് ദൈവം സാക്ഷ്യം കൽപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആരാ നേരുള്ളവൻ? ആരായിരുന്നാലും അവനാണ് ഇസ്രായേലിയൻ. 14 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്, നേരുള്ളവനാണ് യഹോവഭക്തൻ, ഇവനാണ് ഭക്തൻ. അപ്പോൾ ഇപ്പോൾ ഓർത്തുകൊള്ളണം, ദൈവഭക്തൻ എന്ന് പറയുന്നതും നേരുള്ളവൻ എന്ന് പറയുന്നതും ഇസ്രായേലിയൻ എന്ന് പറയുന്നതും ഒരാളാണ്. ഇവൻ്റെ സ്തുതികളിൽ മേലാണ് കർത്താവ് വസിക്കുന്നത്. ഇവനാണ് സ്തുതിക്കുമ്പോൾ കപടമില്ലാതിരിക്കുന്നത്. അപ്പോൾ സ്തുതിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ കപടമില്ലാത്ത അധരത്തിൽ നിന്ന് ഉചിതമായ സ്തോത്രം പറയണമെങ്കിൽ അവൻ നേരുള്ളവനായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി ഈ കോലാഹലങ്ങളൊക്കെയും, ഈ ചെണ്ടകൊട്ടും പാട്ടും പ്രാർത്ഥനയും സാക്ഷ്യവും, ഈ കോലാഹലങ്ങളെല്ലാം ഒരൊറ്റ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഏത് കാര്യത്തിലേക്ക്? അതായത് നേരുള്ളവനായിരിക്കണം. സ്തോത്രം ചെയ്താൽ മാത്രം മതി. സ്തോത്രം ചെയ്യണമെങ്കിൽ നേരുള്ളവനായിരിക്കണം. നേരുള്ളവനാകണമെങ്കിൽ ദൈവം സാക്ഷ്യം കൽപ്പിക്കണം. ദൈവം സാക്ഷ്യം കൽപ്പിക്കണമെങ്കിൽ അവനിൽ അവൻ തെളിയിച്ചിരിക്കണം. തെളിയിക്കുന്ന ഏതിൽ കൂടി ആരാധിക്കും? തെളിയിക്കുന്ന ഏതിൽ കൂടി തെളിയിക്കും? ആ തെളിയിക്കാനുള്ള വഴിയാണ് ആരാധന. അങ്ങനെ തെളിയിച്ചവരാണ് പഴയ നിയമ വിശുദ്ധന്മാർ മുഴുവനും. അവർ സാക്ഷാൽ ഇസ്രായേലിനെന്നും ഭക്തന്മാരെന്നും നേരുള്ളവരെന്നും തെളിയിച്ചവരാണ്. അതുകൊണ്ട് അവരെ സ്തുതിക്കുമ്പോൾ മറ്റുള്ളവർ സ്തുതിക്കുന്ന പോലെയല്ല. അവരെ സ്തുതിക്കുമ്പോൾ അവിടെ കർത്താവ് ഉണ്ടാവും, വെളിച്ചമാകുന്ന കർത്താവ് ഉണ്ടാവും. ഏത് ഇരുണ്ട സ്ഥലത്ത് പോയി താമസിച്ചാലും, ഏത് അന്ധകാരത്തിൻ്റെ സ്ഥലത്ത് പോയി അവർ താമസിച്ചാലും, അവർ സ്തുതിച്ചു കഴിഞ്ഞാൽ ദൈവം വെളിച്ചമാകുന്നു, ദൈവം അവിടെ കൊണ്ട് പ്രകാശിക്കും. അവിടെയാണ് ദൈവത്തിൻ്റെ സഭയുടെ പ്രത്യേകത. ദൈവത്തിൻ്റെ സഭ കൂടി വന്ന് ദൈവത്തിൻ്റെ സഭയിൽ കാര്യങ്ങൾ ക്രമീകരണത്തിന് ശേഷം ഒരു സ്തോത്രം നീതീകരിക്കപ്പെട്ടവൻ പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയാണ്. ഇത് തന്നെയാണ് ഹാബേലിന് ലഭിച്ച നേട്ടം. ഹാബേൽ വന്നു, അവൻ ഒരു യാഗം കഴിച്ചു. യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ആ സമയം മുതൽ അവൻ്റെ പ്രാണൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. മരിച്ചതിന് ശേഷവും ഇന്നും ഹാബേൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ന് തുടങ്ങി ആരാധന? തുടങ്ങി? ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ ഹാബേൽ സംസാരിക്കാൻ കഴിയാത്ത പാപികൾ പാതാളത്തിലേക്ക് പോയി. ദൈവത്തിൻ്റെ മുമ്പാകെ നീതീകരിക്കപ്പെട്ട ഹാബേൽ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സംസാരം എന്ന് തുടങ്ങി? ഭൂമിയിൽ അവൻ ഒരാരാധന കഴിച്ചു എന്ന് അവൻ്റെ സഹോദരനോട് കൂടി, അതായത് കയീനും ഹാബേലും യാഗം കഴിക്കാൻ പോയപ്പോൾ ഹാബേലിലും അവൻ്റെ യാഗത്തിനും ദൈവം പ്രസാദിച്ചു. ആ പ്രസാദിച്ച് ദൈവം സാക്ഷ്യം കൽപ്പിച്ച സമയം മുതൽ അവൻ്റെ പ്രാണൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഹാബേൽ ആരാണ്? ഇസ്രായേലിയനാണ്, ദൈവഭക്തനാണ്, നേരുള്ളവനാണ്. അവൻ സ്തുതിച്ചാൽ
അവൻ സ്തുതിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഈ സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുമ്പോൾ നേരുള്ളവൻ സ്തുതിക്കുമ്പോൾ, ഇസ്രായേലിൻ സ്തുതിക്കുമ്പോൾ, ദൈവഭക്തൻ സ്തുതിക്കുമ്പോൾ അവിടെ വെളിച്ചം വരികയാണ്. കാരണം ദൈവത്തിൻ്റെ ആധിപത്യം അവിടെ വരികയാണ്. അതായത് ഒരാൾ തൻ്റെ വസ്തുക്കൾ മുഴുവനും വിറ്റുപോയി, പണയം വെച്ചതാണ്. 10-18 ഏക്കർ ഉണ്ടായിരുന്ന സ്ഥലവും വീടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ധനവാൻ അത് മുഴുവൻ വിറ്റുപോയതിന് ശേഷം അദ്ദേഹത്തിന് കയറി കിടക്കാനൊരു ഇടമില്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ ഒരാൾ വന്ന് ആ വിറ്റുപോയ സ്ഥലത്ത് നിന്ന് ഒരു 10 സെൻറ്റ് സ്ഥലം വില കൊടുത്ത് മേടിച്ച് അദ്ദേഹത്തിന് വീടും പണിത് കൊടുത്തു. ഇതുപോലെയാണ് മുഴുവൻ ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുമ്പോൾ ആ അധീനതയിൽ നിന്ന് ഈ ലോകത്തെ വിടുവിക്കാനാണ് ദൈവം തൻ്റെ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. ദൈവസഭ കൂടി വന്ന് ദൈവത്തിൻ്റെ സഭയിലേക്ക് കർത്താവ് വിളിച്ചു കൊണ്ടുവന്ന ജനം അവിടെ നിന്ന് ഏറ്റവും ആദ്യമേ തന്നെ അവർ നേരുള്ളവരായിത്തീരണം. സാക്ഷാൽ ഇസ്രായേലിയരായിത്തീരണം, സാക്ഷാൽ ഭക്തന്മാരായിത്തീരണം. അങ്ങനെ ഭക്തന്മാരായി തീർന്ന് നേരുള്ളവരെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്തുതികൾമേൽ ദൈവം വസിക്കും. മാത്രമല്ല അവർ വസിക്കുന്ന സ്ഥലം, അവർ നേരുള്ളവരെന്ന് സാക്ഷ്യം പ്രാപിച്ച സ്ഥലം ദൈവത്തിൻ്റെ അവകാശമാണ്. അത് ദൈവത്തിൻ്റെ അവകാശം. അതുകൊണ്ടാണ് പഴയ നിയമം വിശുദ്ധന്മാർ പാർത്ത ഇടം എന്ന് പറയുന്നത് ദൈവത്തിന് ബഹുവിശേഷമാണ്. നമ്മൾ ഈ മസ്കറ്റിലൊക്കെ പോകുന്നവർ തിരിച്ചു വന്ന് സാക്ഷ്യം പറയാറുണ്ട്. എന്തെന്നാൽ ഇന്നേക്ക് ഏകദേശം 4000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഇയ്യോബ് എന്ന ദൈവഭക്തൻ ജീവിച്ചിരുന്ന സ്ഥലവും അദ്ദേഹം കുളിച്ച കുളവും അദ്ദേഹം ജീവിച്ച സാഹചര്യത്തിൽ ഉള്ള പരിസരങ്ങളും ആ പ്രകൃതിയെല്ലാം ഇന്നും കേടുകൂടാതെ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് സാക്ഷ്യം കേൾക്കാറുണ്ട്. എത്രയോ പ്രയത്നങ്ങൾ ചെയ്ത് ഉണ്ടാക്കിയ എത്രയോ കെട്ടിടങ്ങളും പണികളും എല്ലാം അസ്തമിച്ചു പോയി. എന്നാൽ അതൊക്കെ ദൈവം തൻ്റെ ഭക്തന്മാർ വെളിച്ചത്തെ പുറപ്പെടുവിച്ച് തനിക്ക് ഇടമുണ്ടാക്കിയ സ്ഥലം അതൊരിക്കലും നശിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കില്ല. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കിഴക്ക് മൂന്നാർ യാത്ര പോയിട്ടുള്ളവർക്കറിയാം. മൂന്നാർ ടൂറിന് പോകാത്തവർ ഒരുവിധപ്പെട്ടവരെല്ലാം പോയിട്ടുണ്ടാവും. മൂന്നാർ ചെല്ലുമ്പോൾ നമ്മളവിടെ പ്രത്യേകിച്ച് ഒരു റെയിൽവേയോ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ ചരിത്രം പഠിക്കുന്നത് തെളിവ് സഹിതം അവിടുത്തെ അന്വേഷണത്തിൽ നിന്നും അവിടുത്തെ പ്രകൃതിയിൽ നിന്നും ഭൂമിയിൽ നിന്നും ലഭിച്ച തെളിവുകളടക്കം അവിടെ ട്രെയിൻ ഓടിയിരുന്നെന്നും അവിടെ ധാരാളം റെയിൽവേ സംബന്ധമായ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നുവെന്നും അവിടെ തെളിവുകൾ കിട്ടി. അത് പറഞ്ഞപ്പോഴാണ് നമ്മളറിയുന്നത് അവിടെ അങ്ങനെയൊന്നുണ്ടെന്ന്. കാരണം അന്നുണ്ടായിരുന്ന ആ പ്രതാപകാലം മാഞ്ഞുപോയി. അതെങ്ങനെ മാഞ്ഞു? പ്രകൃതി അതിന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. ഈ ഭൂമി ഒന്നും ശാശ്വതമല്ല, പ്രകൃതി അതിന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഇത് മാത്രം മാറ്റം വരുത്തില്ല. ഇതിന് ദൈവത്തോടുള്ള ഭക്തിയിൽ, ദൈവത്തോടുള്ള വിശ്വസ്തയിൽ നേരുള്ളവനായിരുന്ന് ഈ അന്ധകാരം പിടിച്ച ലോകത്ത് ദൈവത്തിന് പ്രകാശം കൊടുത്തിട്ടുള്ളവരാരും ആ സ്ഥലം ഒന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. അതൊരിക്കലും നശിച്ചു പോകാതെ ദൈവം കാക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗതസമന തോട്ടത്തിലെ തോട്ടവും അതിൻ്റെ പരിസരവും ഇന്നുമുണ്ട്. ഇന്ന് ഏകദേശം 5000-നടുത്ത് വർഷങ്ങൾക്ക് മുമ്പ്, 4000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം ദൂതന്മാരെ സ്വീകരിച്ച സ്ഥലം അത് വലിയൊരു വൃക്ഷമാണ്. ആ വൃക്ഷം ഇന്നുമുണ്ട്. ഇന്നും അതിനെ കാത്തു സൂക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നതിന് കാരണം, ഇന്ന് ദൈവത്തിൻ്റെ സഭ ദൈവം ഇവിടെ സ്ഥാപിച്ചിരിക്കുമ്പോൾ ഈ സഭയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്ന് പറയുന്നത് ചെണ്ടകൊട്ടും പാട്ടും അതുപോലെ തന്നെ മറ്റ് വൻ പ്രവൃത്തികളും ഭക്ഷണവും ഉപവാസവും അത് മാത്രമല്ല, ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ദൈവത്തിന് പ്രവേശിപ്പാൻ ഇടം കൊടുക്കുന്നുണ്ടോ, ദൈവത്തിന് വെളിച്ചം കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന് വെളിച്ചം കൊടുത്ത ഒരു സഭയാണെങ്കിൽ, സഭാജനമാണെങ്കിൽ അത് മായ്ച്ചു കളയാൻ ദുഷ്ടനാവില്ല. ഇല്ല എങ്കിൽ
ഇല്ല എങ്കിൽ, അതായത് ദൈവത്തിന് പ്രവേശിപ്പാൻ തക്കവണ്ണം പ്രകാശം കൊടുക്കുന്ന ഒരു ദേശമായിട്ട് ഇത് തീരുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാളെ ഒരു പ്രകൃതിക്ഷോഭമോ കാലങ്ങളുടെ വ്യത്യാസമോ ഭൂമിയിലുള്ള വരുന്ന ഒരു വലിയ മാറ്റങ്ങളോ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പൂനെയിലൊക്കെ ചെല്ലുമ്പോൾ അറിയാം, 200 പേരുള്ള ഒരു സഭ, ഏത് 200 പേരുള്ള അന്യ ഉപദേശമല്ല, ഏകദൈവ ഉപദേശത്തിലുള്ള സഭ അന്ന് അവിടെ ഉണ്ടായിരുന്നു. എത്രയോ സഭകളുടെ ചരിത്രം അവിടെ കേൾക്കണം. ഇന്ന് അവിടെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു സഭ പോലും ഇല്ല ഏകദൈവ ഉപദേശത്തിൻ്റെ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു ഏകദൈവ ഉപദേശത്തിലുള്ള ഒരു മനുഷ്യനെ കാണാനായിട്ട് കൊതിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. ഇല്ല, അവിടെ ഇല്ല. അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട്, ഞങ്ങൾ അധ്വാനിച്ചിട്ടുമുണ്ട്. ദൈവമേ, ഈ ഇത്രയും ദേശത്ത് കർത്താവിൻ്റെ ജനം എത്രയുണ്ടായിരുന്നു അവിടെ? ഒരാളെ പോലും കണ്ടില്ല, നിലനിന്നില്ല. എന്തുകൊണ്ട് നിലനിന്നില്ല? കർത്താവിൻ്റെ നാമത്തിലുള്ളത് അത് സാത്താൻ നിലനിർത്തില്ല എന്ന് ഒരു വാക്കൊരാൾ പറഞ്ഞ്. സാത്താനാണോ സഭയെ നിലനിർത്തുന്നത്? ദൈവസഭയെ നിലനിർത്തുന്നത് സാത്താനാണെങ്കിൽ അത് ശരിയാണ്. എന്നാൽ ദൈവസഭയെ നിലനിർത്തുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ സഭയെ ദൈവം നിലനിർത്തുന്നതിൻ്റെ ആധാരം ദൈവസഭയിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശമാണ്. ദൈവസഭയിൽ നിന്ന് വെളിച്ചം പുറപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ സഭയിലുള്ളവർ നേരുള്ളവരായിരിക്കണം, ഇസ്രായേലിയരായിരിക്കണം, ദൈവഭക്തന്മാരായിരിക്കണം. അവരുടെ സ്തുതികൾമേലാണ് വസിക്കുന്നത്. അവരുടെ സ്തുതികൾമേൽ വസിക്കണമെങ്കിൽ അവരുടെ ആരാധന ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാനോ മാറിപ്പോകാനോ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം അതിനെ നിലനിർത്തും. മാത്രമല്ല, നാളെ അതേ സഭ എന്ന് പറയുന്നത് നാളെ കർത്താവിൻ്റെ ഭരണത്തിങ്കൽ കർത്താവിനോടൊപ്പം നിന്ന് ആ ദേശത്തെ ഭരിക്കുന്ന ഒരു സ്ഥാനമായി ദൈവം കൈക്കൊള്ളുകയും ചെയ്യും. അപ്രകാരം തന്നെ ഭവിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പ്രകാരം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതാണെന്ന് മാത്രമാണ്: സ്തുതിയും സ്തോത്രവും. കാരണം ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് ദൈവം. നാം ഇന്ന് സ്തുതി പറയുമ്പോഴും സ്തോത്രം പറയുമ്പോഴും കർത്താവ് പ്രവേശിപ്പാൻ ഒരുങ്ങിയിരിക്കുക. വെളിച്ചം കണ്ട് അങ്ങോട്ട് വരാൻ ദൈവം നോക്കിയിരിക്കുക. അതിനുവേണ്ടി സ്തുതിക്കാനും സ്തോത്രം പറയുവാനും കർത്താവ് നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ഇതാ നമ്മിൽ ഇരുട്ടിൻ്റെ അംശങ്ങൾ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം ഇരുട്ട് വരുത്തുന്ന പ്രവൃത്തികളും വാക്കുകളും എല്ലാം ഭാവങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെയും നീക്കിക്കളഞ്ഞ് ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ദൈവം മാനിക്കണമെങ്കിൽ ദൈവത്തിന് പ്രകാശം കൊടുക്കണം. ദൈവത്തിന് പ്രകാശം വരണമെങ്കിൽ സ്തുതിക്കണമെങ്കിൽ സ്തുതി സ്തോത്രം പറയണമെങ്കിൽ അവൻ നേരുള്ളവനായിരിക്കണം. നേരുള്ളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇസ്രായേലിയനാണ്. അവനാണ് യഥാർത്ഥത്തിൽ ദൈവഭക്തൻ. ഇത്രയും കാര്യങ്ങൾ തെളിയിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇന്ന് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥാനം ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, എന്നേക്കും നിൽക്കും. അത് എന്നേക്കും നിൽക്കണം. ഇന്ന് നമ്മുടെ സഭയോട് ചേർന്ന് നിന്ന് തന്നെയാണ് നമ്മൾ ആത്മാവിൽ ഈ ആരാധന നടത്തുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സഭ ഒരിക്കലും കളങ്കപ്പെട്ടു പോകാതെ വണ്ണം, ഒരിക്കലും ഇരുട്ടായി പോകാതെ വണ്ണം ദൈവം നോക്കുമ്പോൾ അരണ്ട വെളിച്ചത്ത് പ്രകാശിക്കുന്ന വെളിച്ചം പോലെ, വിളക്ക് പോലെ ഇതിനെ കരുതിക്കൊണ്ടാൽ നല്ലതെന്ന് കർത്താവിൻ്റെ വചനത്തിലുള്ളതുപോലെ ഇതാ ആ പ്രകാശം കർത്താവിന് ലഭിക്കാൻ തക്കവണ്ണം, ആ പ്രകാശത്തിൽ കർത്താവ് സാക്ഷ്യം കൽപ്പിക്കാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സഭയിലായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുങ്ങാം. എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് പ്രകാശം കൊടുക്കുന്നൊരനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ഞാൻ ആരാധനയിൽ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചവനാണ്, പ്രകാശിക്കുന്നവനാണ്. ഇയ്യോബിന് ദൈവം ആ സാക്ഷ്യം കൊടുത്തു. ഹാബേലിന് ദൈവം ആ സാക്ഷ്യം കൊടുത്തു. വിശുദ്ധന്മാർക്ക് കർത്താവ് ആ സാക്ഷ്യം കൊടുക്കുന്നു. അവരുടെ സ്തുതികളിന്മേൽ ദൈവം വസിക്കുന്നു. കാരണം അവരുടെ സ്തുതികളിന്മേൽ പ്രകാശമുണ്ട്. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് ഈ കാര്യങ്ങളൊക്കെയും ലക്ഷ്യമെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ, ദൈവമേ, ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കാൻ തക്കവണ്ണം, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, എൻ്റെ വായിൽ ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും ഉണ്ടാകുവാൻ തക്കവണ്ണം നീ എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയുടെ കർത്താവിനായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ
തിരുനാമത്തിന് വീണ്ടും മഹത്വം. നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗം 12-ാം സങ്കീർത്തനമാണ്. 12-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെ മുഴുവൻ ഭീകരവാദികൾ വന്നിരിക്കുന്നു. ദൈവമേ രക്ഷിക്കണമേ. ശത്രു വന്നിരിക്കുന്നു, കർത്താവെ രക്ഷിക്കണമേ. ഇതൊക്കെ പറഞ്ഞതിൻ്റെ സാരം, നമ്മളെ ഉപദ്രവിപ്പാൻ കഴിവുള്ള, അല്ലെങ്കിൽ നമുക്ക് ഹാനി വരുത്തുവാൻ കഴിവുള്ള ഒരു കൂട്ടത്തെ കാണുമ്പോഴാണ് രക്ഷിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ രക്ഷിക്കണമെന്ന് പറയണ്ടോ? എൻ്റെ സഹോദരൻ എൻ്റെ അടുത്ത് വരുക, ദൈവമേ രക്ഷിക്കണമെന്ന് പറയൂ? പറയില്ല. എൻ്റെ മകൻ എൻ്റെ അടുത്ത് വരുക, രക്ഷിക്കണമെന്ന് പറയില്ല ദൈവത്തോട്. അപ്പം വരുമ്പോൾ പറയില്ല, പറയുന്നത് ശത്രു വരുമ്പോഴാണ്. അല്ലെങ്കിൽ എനിക്ക് ഉപദ്രവം വരുത്തുവാൻ കഴിവുള്ളവനെ കാണുമ്പോഴാണ് ഇത് പറയുന്നത്, രക്ഷിക്കണമേ. ആരാണ് ഈ വന്നിരിക്കുന്നത്? ആരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു, ദൈവഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, നേരുള്ളവനാണ് യഹോവ ഭക്തൻ. നേര് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യനിൽ നിന്ന് നേര് നഷ്ടപ്പെട്ടാൽ അവൻ മനുഷ്യ സമൂഹത്തിന് തന്നെ ശത്രുവാണ്, വിശേഷാൽ ദൈവസഭയ്ക്ക്. നേരില്ലാത്തൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ സഭയിലുണ്ടായാൽ അത് നിമിത്തം ആ സഭ അനുഭവിക്കുന്ന വേദന, കഷ്ടത അത്ര വലുതാണ്. അതാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അവൻ കള്ളത്തുലാസ് അവനിലുണ്ട്, പീഡിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. നേരില്ലാത്ത തുലാസ്, കള്ളത്തുലാസുള്ളവൻ പീഡിപ്പിക്കും മറ്റുള്ളവരെ. അതായത് നേരില്ലാത്ത ഏത് മനുഷ്യനും മറ്റുള്ളവർക്ക് പീഡയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സഭ നേരില്ലാത്തവരാൽ നടത്തപ്പെട്ടാൽ ആ സഭ എന്തായിരിക്കും സ്ഥിതി? അവിടെ എന്തായിരിക്കും സ്ഥിതി? ഇതാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ ഭക്തന്മാരില്ല, രക്ഷിക്കണം. കാരണം ദുഷ്ടൻ ദൈവസഭയെ ഭരിച്ചു കഴിഞ്ഞാൽ, നേരില്ലാത്തവൻ ദൈവസഭയെ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതി? നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പല്ലിന് കടിപ്പാൻ വല്ലതും ഇട്ടുകൊടുത്താൽ അവന് കുഴപ്പമൊന്നുമില്ല, അവന് നല്ലത് പ്രസംഗിക്കും. വായിൽ പല്ലിന് കടിപ്പാനൊന്നും ഇട്ടുകൊടുക്കാത്തവൻ്റെ നേരെ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കും. അങ്ങനെ ദൈവഭയമില്ലാത്ത ജീവിതങ്ങളും ദൈവഭയമില്ലാത്ത പ്രവൃത്തികളുമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എളിയവരുടെ പ്രാർത്ഥന ഇതൊന്നു മാത്രമേ ഉള്ളൂ: ദൈവമേ രക്ഷിക്കണമേ. ഇന്ന് അനേക ജീവിതങ്ങളിൽ ഉള്ള പ്രാർത്ഥനയാണ്, കർത്താവെ രക്ഷിക്കണമേ. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ മതി, ഒരാൾ നേരുള്ളതുണ്ടെങ്കിൽ അതിന് എതിരെ പ്രതികരിക്കും. അതില്ല. ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പക്ഷം നിൽക്കാൻ എല്ലാവരും കൂടുക. പിന്നെ എന്തു ചെയ്യും? ഇതുകൊണ്ടാണ് ദുഷ്ടന്മാരുടെ അഹങ്കാര നിമിത്തം എളിയവൻ തപിക്കുന്നു, വേദനപ്പെട്ട് നിലവിളിക്കുന്ന ഒരു കൂട്ടം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഒരിക്കലും വിശ്വാസത്തിൽ വരുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നിമിത്തം ഒരു ദൈവജനം വേദന അനുഭവിക്കരുത്. ഞാൻ നിമിത്തം ദൈവസഭയിൽ ഒരൊറ്റയാൾ പോലും നെടുവീർപ്പിടരുത്. അതൊരു സമർപ്പണമായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കർത്താവ് ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവനെ ചില ശോധനയിൽ കൂടി കടത്തിവിടാനായിട്ട് കർത്താവ് അവസരം വരുത്തും.
നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ അവൻ എന്നെ വലയിൽ അകപ്പെടുത്തി എൻ്റെ മുതുകത്തൊരു ഭാരം വെച്ചിരിക്കുന്നു. അവൻ മനുഷ്യരെ എൻ്റെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവനെ ഒന്ന് വളർത്തിയെടുക്കാനായിട്ട് അവനെ ബാലശിക്ഷ കൊടുക്കണം. അവന് ചില കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്യും. അപ്പോൾ അവൻ ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് ദൈവസഭയ്ക്ക് അകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഭക്തി നഷ്ടപ്പെട്ട ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ, നേര് നഷ്ടപ്പെട്ട ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ, വളഞ്ഞ വഴികളിലേക്ക് തിരിഞ്ഞവർ, വക്രതയിലേക്ക് തിരിഞ്ഞവർ. വിശ്വാസത്തിലേക്ക് വന്നാൽ അങ്ങനെയുള്ള ഒരു കൂട്ടമുണ്ട്. നേര് നഷ്ടപ്പെട്ട് വക്രതയിലേക്ക് തിരിഞ്ഞവരുണ്ട് ദൈവസഭയിൽ തന്നെ. ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നേര് നഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒരു വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇന്ന് അവൻ നേരുള്ളവനായിട്ടല്ല ജീവിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ശത്രു അവകാശം പറയും. അവകാശം പറയുന്നതല്ല, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. അപ്പോൾ പുതിയതായിട്ട് ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നു, നല്ല സന്തോഷമായിട്ട് വന്നു. ആദ്യമൊക്കെ നല്ല സന്തോഷമായിരുന്നു. ചില ദിവസം നാളുകൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ദ്രോഹം തുടങ്ങി. കാരണം ഇവൻ അറിഞ്ഞുകൊണ്ടല്ല, നേര് നഷ്ടപ്പെട്ടവൻ ശത്രുവിൻ്റെ അവകാശമാണെന്നുള്ളത് ഓർത്തില്ല. നേര് നഷ്ടപ്പെട്ട് വളഞ്ഞ വഴികളിലേക്ക് തിരിഞ്ഞവൻ ശത്രുവിൻ്റെ അവകാശമാണെന്ന് അവൻ ഓർത്തില്ല. അവനെ ശത്രു എടുത്ത് ഉപയോഗിക്കുന്നതാ, അവൻ അറിയുന്നില്ല. അവനെ ഈ സാധുവിൻ്റെ നേരെ അങ്ങ് തിരിക്കും. ദൈവം അത് അനുവദിക്കുകയും ചെയ്യും. അതാ കർത്താവിൻ്റെ അതേപോലെ, നീയാണ് ഇത് ചെയ്തത്. എന്ത്? മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. യഹോവേ രക്ഷിക്കണമേ, യഹോവേ രക്ഷിക്കണമേ. ഇന്ന് ദൈവസഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ പല ജീവിതങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടാണ് പറയുന്നത്. പല ജീവിതങ്ങളെക്കുറിച്ചും നമ്മൾ അടുത്ത് ചെന്ന് സൂക്ഷ്മമായിട്ട് അവരുടെ ഹൃദയത്തെ പരിശോധിച്ചതിന് ശേഷമാണ് പറയുന്നത്. അവരുടെ തലയിൽ, അവരുടെ ബുദ്ധിയിൽ, ദൈവമേ ഇന്ന് എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും, ആ സഹോദരനെ കൊണ്ട്, ആ സഹോദരിയെ കൊണ്ട് നിവൃത്തിയില്ലല്ലോ എന്നിങ്ങനെ നെടുവീർപ്പിടുന്ന പല ജീവിതങ്ങളും കാണാം. അതെന്താണത്? അവരെന്ത് ചെയ്തേ? അവർ ചെയ്യാവുന്നതിൻ്റെ പരമാവധി, അതായത് ശത്രുവിനറിയാം ഇവനെ എങ്ങനെ പ്രയാസപ്പെടുത്തണമെന്ന്. ഈ ആദ്യമായിട്ട് വന്ന ദൈവത്തിൻ്റെ പൈതലിനെ എങ്ങനെ ഉപദ്രവിക്കണമെന്ന് ശത്രുവിനറിയാം. ശത്രുവിൻ്റെ കയ്യിൽ ആയുധമാണ് നേരില്ലാത്തവൻ, നേര് നഷ്ടപ്പെട്ടവൻ, വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം നേര് നഷ്ടപ്പെട്ടവൻ, അതായത് ഭക്തിയില്ല. അവനെ കൊണ്ട് ഇവൻ്റെ നേരെ അങ്ങ് തിരിപ്പിക്കും. ഒരു കാലഘട്ടം കേട്ടോ, ഒരു കാലഘട്ടം. അത് കഴിഞ്ഞാൽ ഇവനും വെച്ചിട്ടുണ്ട് സമ്മാനം. അത് കഴിഞ്ഞാൽ ഇവനും വെച്ചിട്ടുണ്ട് അതിൻ്റെതായ വഴി. ഈ സമയമാണ് നിലവിളിയാണ് നമ്മൾ കേട്ടത്. യഹോവേ, കർത്താവേ രക്ഷിക്കണമേ. നിവൃത്തിയില്ല കർത്താവേ, നിവൃത്തിയില്ല. ഇന്ന് ഇവിടെ ഞാൻ ഈ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ അനേക ജീവിതങ്ങളുടെ നെടുവീർപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭയിലുള്ള മറ്റേതെങ്കിലും ഒരു ശ്രേഷ്ഠനായി നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കും. കാരണം ഓർക്കുമ്പോൾ പേടിച്ച് വിറയ്ക്കുകയാണ്. ദ്രോഹമാണ്. അത് സഹിച്ചേ പറ്റൂ. എവിടം വരെ? അതിനാണ് താൻ വചനം പറയുന്നത്, സകല ജാതികൾക്കും യഹോവയുടെ നാളെടുത്ത് വന്നിരിക്കുന്നു. എല്ലാവർക്കും വരും. ഇതിനൊരു സമയമുണ്ട്. ആ നാളിൻ്റെ പ്രത്യേകത എന്താ? നീ ചെയ്തതുപോലെ തന്നെ നിന്നോട് ചെയ്യും. നീ എന്ത് ദ്രോഹം ചെയ്തുവോ, ഇന്ന് മറ്റുള്ളവൻ്റെ തലയിൽ കയറി അവൻ നെടുവീർപ്പിട്ട് കരയുന്നത് ദൈവം കേൾക്കുന്നുണ്ട്. അത് എങ്ങനെ ചെയ്തുവോ അതുപോലെ നിന്നോട് ചെയ്യും. എപ്പോഴാ? സമയമുണ്ട്. എപ്പോഴാ? നീ ചെയ്യുന്നത് നിർത്തിക്കഴിയുമ്പോൾ, നീ ദ്രോഹം ചെയ്യുന്നത് നിർത്തിക്കഴിയുമ്പോൾ നിന്നോട് ചെയ്യും. ഇനി വേണ്ട, മതി
എന്ന് നീ പറഞ്ഞ് മാറുന്നൊരു സമയം വരും. കാരണം ശത്രു വിട്ട് മാറും. കാരണം എന്തെല്ലാം ചെയ്തിട്ടും ഇവൻ സഭയിൽ നിന്ന് പോകുന്നില്ല. സഭയിൽ നിന്ന് കളയാൻ, സഹോദരങ്ങളെ ഇത് കേൾക്കണം, ദൈവസഭയിൽ നിന്ന് ഒരു വിശ്വാസിയെ കളയാൻ തന്ത്രങ്ങളൊരുക്കി, അവർക്ക് വേണ്ട ആലോചനകൾ ചെയ്ത്, അവരെ ഏത് വിധേന ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആലോചനകൾ ഇന്ന് സഭയിൽ നടക്കുന്നു. എളിയവരാകട്ടെ ഭയന്ന് വിറച്ച് വേദനപ്പെട്ട് രാപ്പകൽ നിലവിളിച്ച് മുമ്പോട്ട് പോവുകയാണ്. കർത്താവിൻ്റെ വചനം പറയുന്നത് ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിൻ്റെ പേരാണ് യഹോവയുടെ നാൾ, ദൈവത്തിൻ്റെ നാൾ. ആ ദിവസം വരെ ഇരിക്കണം. അതിനു മുമ്പ് എന്നാൽ വേണ്ട പുറത്തേക്ക് പോയേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോകണ്ട, അങ്ങനെയൊന്നും നടക്കില്ല. നിൽക്കണം. നിൽക്കണമെന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചാൽ മതി, ദൈവം നിർത്തും. ആരെല്ലാം എന്തെല്ലാം ഉപദ്രവിച്ചാലും ദൈവം നിർത്തും. ഇന്ന് ഈ സ്ഥാനത്ത് നിന്നും, ഈ സഭയിൽ നിന്നും ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് എത്ര നാളായി എന്നറിയാമോ? എൻ്റെ അനുഭവ സാക്ഷിയാണ് ഞാൻ. ഏതെങ്കിലും വിധത്തിൽ ഞാനും പോയി ഈ സഭയിൽ നിന്ന് പോയി കിട്ടണം. എത്ര എഴുത്തെഴുതി, എത്ര എഴുത്ത്, എന്ത് കാര്യത്തിന്? മുഴുവനും റെക്കോർഡായിട്ട് ഇവിടെയുണ്ട്, മുഴുവനും. സഭയിൽ കൂടുമ്പോൾ, സഭയിൽ ഒരുമിച്ച് കൂടുമ്പോൾ വേദനപ്പെട്ട് നിലവിളിച്ച നാളുകൾ വളരെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. കാരണം ദൈവം ഒരു ദിവസം വെച്ചിട്ടുണ്ട്, എല്ലാ മനുഷ്യർക്കും ഒരു ദിവസം വെച്ചിട്ടുണ്ട്. ആര് എന്ത് ചെയ്തു അതുപോലെ തന്നെ അവനും മുഖപക്ഷമില്ല, അവനും കിട്ടും എന്ന് ചെയ്യുന്നത് നിർത്തിക്കഴിയുമ്പോൾ, ഈ ദ്രോഹം ചെയ്യുന്നതൊക്കെ ഒന്ന് നിർത്തി ഇനി വേണ്ട എന്ന് പറയുന്ന ദിവസം കൊണ്ട് അന്ന് മുതൽ അവന് തുടങ്ങുക. അന്ന് ഇവനോ, അന്ന് ഇത് അനുഭവിക്കുന്നവർക്കോ കൂടെ വാഴും. ഇന്ന് നീ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് ദൈവഭക്തൻ്റെ നിലവിളിക്കുള്ള മറുപടി അതാണ്. വേറൊരു മറുപടിയില്ല, വേറൊരു മറുപടിയില്ല. കർത്താവേ രക്ഷിക്കണമേ, ശത്രു വരുന്നു. യഹോവയെ രക്ഷിക്കണമേ, വാളുമായിട്ട് ആൾ വരുന്നു. ഇതെല്ലാം ആണോ? പ്രകൃതിക്ഷോഭം ഉണ്ടാവുന്നു, കർത്താവെ രക്ഷിക്കണമേ. ഇതൊന്നുമല്ല. ഇതിനേക്കാളൊക്കെ വലുതായി ഈ കാര്യം. ഏതാ? ഭക്തൻ്റെ നിലവിളി. ദൈവഭക്തി നഷ്ടപ്പെട്ട്, നേര് നഷ്ടപ്പെട്ട് സഭയിൽ ദൈവം അംഗീകരിക്കുന്ന സ്വഭാവം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയൊരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എളുപ്പമല്ല സഹോദരങ്ങളെ, എളുപ്പമല്ല. ഈ പറഞ്ഞത് നാം കുറിച്ചു വയ്ക്കുക. ദൈവസഭ എന്ന് പറയുന്നത് 100 പേര് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചില നാളുകൾക്കുള്ളിൽ ഇതിനകത്ത് ആദ്യം വരുന്നത് പൂർണ്ണ സമർപ്പണത്തോടു കൂടിയാണ്. എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ വരുന്നത്. ചില നാളുകൾക്കുള്ളിൽ ആ ഭക്തിയൊക്കെ അങ്ങ് പോയി, നേരില്ല. അതിന് പറഞ്ഞിരിക്കും പോലെ നേരുള്ളവൻ അവരുടെ ഇടയിലില്ല. വളഞ്ഞ വഴികളിലേക്കും വക്രതയിലേക്കും നടന്ന് ഭക്തി നഷ്ടപ്പെട്ടു. ഇങ്ങനെ നിൽക്കുന്ന ആ കൂട്ടത്തിലേക്കാണ് നിഷ്കളങ്കമായിട്ടൊരാളെ കർത്താവ് കൊണ്ടുവരുന്നത്. എന്തായിരിക്കും സ്ഥിതി? ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ജാതികളുടെ ഇടയിലേക്ക് മാത്രമല്ല. ചെന്നായ്ക്കൾ ഏറ്റവും കൂടുതലുള്ള ഒന്നാണ് ഈ ദൈവസഭയിലുള്ള ഈ കൂട്ടം. ചെന്നായ്ക്കൾ, കടിച്ചു കീറുന്ന ചെന്നായ്. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. തൻ്റെ പിന്നാലെ കൂട്ടുകൂടിയില്ല എങ്കിൽ അവനെ ഇല്ലാതാക്കുന്ന ചെന്നായി. ഇങ്ങനെ വലിയൊരു കൂട്ടമായി സഭ നിറഞ്ഞു. ഇത് ഗ്രഹിച്ചറിയുമ്പോഴാണ് ഒരു ദൈവത്തിൻ്റെ പൈതൽ നിഷ്കളങ്ക മനസ്സിൽ നിന്ന് വിശ്വാസത്തിൽ വന്നു 2 മാസങ്ങളേ ആയിട്ടുള്ളൂ.
ആ നിഷ്കളങ്ക മനസ്സിൽ നിന്ന് ആ ദൈവത്തിൻ്റെ പൈതൽ ചോദിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടതാണ്. കർത്താവേ, ഞാൻ ഈ വന്ന് പെട്ടത് ഒരു കൊള്ളസംഘത്തിലാണോ? ഞാൻ വന്ന് ചേർന്നിരിക്കുന്ന ഒരു കൊള്ളസംഘത്തിലാണോ? ദൈവമേ രക്ഷിക്കണമേ, ദൈവമേ രക്ഷിക്കണമേ. ശത്രുവില്ല, കൊള്ളക്കാരൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. ഭക്തി നഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കയ്യിൽ നിന്ന്, നേര് നഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ശത്രുവിന് ദയവ് തോന്നും. ഏത് ശത്രുവിനും പീഡിപ്പിക്കുമ്പോൾ ദയവ് തോന്നും. മതിയടാ, എങ്ങോട്ടെങ്കിലും പോട്ടെ, ദയവ് തോന്നും. നേര് നഷ്ടപ്പെട്ടവന് ദയവ് തോന്നില്ല. 109 സങ്കീർത്തനം പറയുന്നത്, എളിയവനെയും മനം തകർന്നവരെയും മരണപര്യന്തം ഉപദ്രവിച്ചു. എളിയവനാണ്, മനസ്സ് തകർന്നിരിക്കുന്നവൻ. എടാ വേണ്ട, പോട്ടെ, എന്തിനാ അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. വിടില്ല. ശബ്ദം അങ്ങനെ തന്നെ വരും. വിടില്ല ഞാൻ. അവന് മരണപര്യന്തം മരിച്ചു എന്ന് ഉറപ്പാക്കും. മരിച്ചാലോ? മരിച്ച വെറുതെ വിടുമോ? ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ളത് അവരുടെ കയ്യിലുണ്ട്. ഇവരിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഇന്ന് ദൈവസഭയിൽ കടന്നു വരുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ദൈവത്താൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. വേറെ ഒരു കാര്യവും നടക്കില്ല. ഇതിനുള്ള ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് കർത്താവ് തന്ന ആയുധവും സഹനവുമാണ്. കർത്താവ് തന്ന ആയുധം എന്താ? ക്രിസ്തു യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നാമും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിക്കും. ഞാൻ സൂഹിക്കാൻ വന്നതല്ല, ഞാൻ ഇത് അനുഭവിക്കാൻ തന്നെ വന്നതാ, കഷ്ടം അനുഭവിക്കാൻ തന്നെ വന്നതാ. ആ ആയുധവുമായി ആര് വരുന്നോ, സഹിക്കാൻ ആര് തയ്യാറാവുന്നോ, അവൻ നാളെ സമൃദ്ധിയിൽ വരും, ക്രിസ്തുവിൻ ദൈവത്തോടൊപ്പം വാഴും. ഇതേ ഇതിന് ഉത്തരവുള്ളൂ. ഉപദ്രവിക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനും അത് അതിൻ്റെതായ അടുത്തയാൾ. അപ്പോൾ എപ്പോഴും ഒരാളെ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്തയാൾ അടുത്ത ബാച്ച് വന്നു കഴിഞ്ഞ് പുതിയത്, അപ്പോൾ അവരതിലേക്ക് കയറണ്ടേ? ആ വശത്തിലേക്ക് തിരിഞ്ഞു. എന്നാൽ യോബ് പറഞ്ഞ പോലെ, ഞാൻ മരിച്ചാലും ഞാൻ ഇനി മരിക്കട്ടെ, എൻ്റെ നിഷ്കളങ്കത്തെ ഞാൻ ഉപേക്ഷിക്കണം. അതൊരു തീരുമാനമായിരിക്കട്ടെ. ഞാൻ ഒരാളെ എനിക്ക് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ സഹോദരൻ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ആരാ? ഞാൻ എന്തിനെതിരെ വന്നേ? ജാതിയായ ഒരു മനുഷ്യനാണ്. ദൈവം കൃപ കൊടുത്ത്, തൻ്റെ ആത്മാവിനെയും കൊടുത്ത്, പ്രവചന ശുശ്രൂഷയും അനുഗ്രഹിക്കാനുള്ള ശുശ്രൂഷ എല്ലാം കൊടുത്തതാ ബിലെയാമിന്. എല്ലാ കാര്യങ്ങളും അവന് കൊടുത്തതാ. കർത്താവിൻ്റെ കൃപയാ, ദയ തോന്നി കൊടുത്തതാ. അവസാനം തൻ്റെ മക്കളെ രക്ഷിക്കാനായിട്ട് ദൈവം പെട്ട പാടെന്നറിയോ? കാരണം വാളവൻ്റെ കൊടുത്തും പോയി. അവൻ മക്കളെ കൊല്ലാനായിട്ട് വരിക. ആ മക്കളെ കൊല്ലാനായിട്ട് വചനം പറയുന്നത്, അവൻ നിങ്ങളെ ബിലെയാമിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അറിയോ? കാരണം ദൈവം തൻ്റെ ആത്മാവിനെ കൊടുത്തു, നീ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന്, നീ നശിച്ചു പോകുകയുള്ളതെന്ന് ഇസ്രായേലിനെ നോക്കി പറഞ്ഞ് നശിച്ചു പോകുന്ന തരത്തിലുള്ള ശുശ്രൂഷ അവന് കൊടുത്തു. ഈ ശുശ്രൂഷയാൽ അവൻ ദ്രോഹിക്കാൻ പോവുക, ഇസ്രായേലിനെ നശിപ്പിക്കാൻ പോവുക. ദൈവം എന്ത് ചെയ്യണം? വിടുവിക്കണം. ദൈവം അവരുടെ മേൽ ഈ വാള് വരാതെ വണ്ണം സൂക്ഷിക്കേണ്ടത് ദൈവമാണ്. ദൈവം അവരെ കൊടുത്തത് ദൈവം. അവൻ്റെ ഭക്തി നഷ്ടപ്പെട്ട് അവനിത് ആദായസൂത്രമാക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ മക്കളെ രക്ഷിക്കേണ്ടതിനും ദൈവസഭയുടെ അവസ്ഥയായി പറയുന്നത്. ദൈവസഭയുടെ അവസ്ഥയാണ് ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അവരുടെ ഈ ഭക്തി നഷ്ടപ്പെട്ടവരുടെ സ്തുതി കേൾക്കാനല്ല ദൈവം ഇവിടെ വന്നിരിക്കുന്നത്. അതിനല്ല ദൈവം ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകാതെ, ഈ ഭക്തി നഷ്ടപ്പെട്ട് വളഞ്ഞ വഴികളിലേക്ക് തിരിഞ്ഞവരോട് കൂടെ ആയിപ്പോകാതെ വണ്ണം സഹിച്ച് തലമേൽ കയറിയെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് എന്തെല്ലാം വന്നാലും ദൈവത്തോടെ സന്നിധിയിൽ നേര് നഷ്ടപ്പെടാതെ വണ്ണം സൂക്ഷിച്ചു കഴിയുമ്പോൾ ഒടുവിൽ കർത്താവ് സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ദ്രോഹം നിർത്തിക്കഴിയുമ്പോൾ അവനിലേക്ക് കർത്താവ് തിരിഞ്ഞ്
തൻ്റെ ഭക്തനെ രക്ഷിക്കുന്ന ദിവസം, കർത്താവിന് സ്തോത്രം, ഞാൻ എൻ്റെ നേർച്ചകളുമായി ദൈവത്തിലേക്ക് വരും, ഹോമയാഗങ്ങളുമായി ദൈവത്തിലേക്ക് വരും. ഏതാ ഹോമയാഗം എന്നറിയോ? കഷ്ടകാലത്ത് ഞാൻ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചതാണ്, എൻ്റെ വായാൽ നേർന്നതാണ്, അതുമായിട്ട് വരികയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ തലവേൽ കയറി ഓടുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് എന്നെ സമൃദ്ധിയിലേക്ക് കർത്താവ് കൊണ്ടുവന്ന് ഞാൻ വഴിപാട് കഴിക്കാൻ പോവാം. ഒരുപാട് ഞാൻ അനുഭവിച്ചതാണ്, ഒരുപാട്. എന്നെ ഇതിൽ നിന്ന് പുറത്ത് കളയാനും, എന്നെ ഉപദ്രവിക്കാനും, എന്നെ നശിപ്പിച്ച് കളയാനും എന്തുമാത്രം ചിന്തിച്ചതാണെന്നറിയാമോ? ഒന്നും സമ്മതിച്ചില്ല. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ സഹിക്കാൻ കൃപ തന്ന് കർത്താവ് എനിക്ക് സമൃദ്ധി തന്നു. ഇന്ന് ഞാനൊരു വഴിപാട് കഴിക്കാൻ പോവാം. ഹോമയാഗങ്ങളുമായി ഞാൻ യഹോവയുടെ മന്ദിരത്തിലേക്ക് വരും. ഏതാ യാഗമെന്നറിയാമോ? കഷ്ടകാലത്ത് ഞാൻ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചതാണ്, എൻ്റെ വായാൽ നേർന്നതാണ്. ഉച്ചരിച്ചു, വഴിപാട് കഴിച്ചു, ഹോമയാഗം കഴിച്ചു. ഞാൻ എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം പറഞ്ഞു. അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇത്രയും പേരുണ്ടല്ലോ, 24 മണിക്കൂറും സ്തോത്രം സ്തുതിയും പറയാം. അവിടെയും ഒന്നും മാറ്റം സംഭവിച്ചില്ല. എന്നാൽ ദൈവത്തിൻ്റെ പൈതൽ ദൈവം കൊടുത്ത സമൃദ്ധിയിലേക്ക് തലവേൽ കയറി ഓടിക്കുമാറാക്കി ദൈവം വ്യവസ്ഥ തീയിലും വെള്ളത്തിലും കൂടി കൊണ്ടുവന്ന് ഒടുവിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് ചെയ്ത ഉപകാരങ്ങളുടെ നന്ദിക്കായി കൊണ്ടുവന്ന് സമർപ്പിച്ച് സ്തോത്രം പറഞ്ഞപ്പോൾ ഇതാ പ്രകാശം. ഇതാണ് ആരാധന. ആ വാക്യം വായിക്കുമ്പോൾ 66-ാം സങ്കീർത്തനം നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ 66:10, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കുമ്പോൾ ഞങ്ങൾ ഊതിക്കഴിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. 66:10 മുതലുള്ള വാക്യങ്ങളാണ്. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീരും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട് നിൻ്റെ ആലയത്തിലേക്ക് വരും, എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു, എൻ്റെ വായാൽ നേർന്നു. ഞാൻ ആട്ടുകൊറ്റന്മാരെ സൗരഭ്യവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. കർത്താവിന്റെ സ്തോത്രം. ഞാൻ കാളകളെയും ആട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. സകല ഭക്തന്മാരുമായുള്ളവരെ കൂടി വരുവീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു, എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. ഇത്രയും കാലം എൻ്റെ തലമേൽ കയറി ഓടിക്കുമാറാക്കി കർത്താവെ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, രക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചപ്പോഴും സഹോദരങ്ങളെ എൻ്റെ നാവിൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പരാതി പറഞ്ഞു, പിറുപിറുത്തിട്ടെല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ നാവിൽ നിന്ന് അവൻ്റെ പുകഴ്ച പോയിട്ടില്ല. പോകാതിരിക്കട്ടെ, നേര് നഷ്ടപ്പെടാതിരിക്കട്ടെ. നേര് നഷ്ടപ്പെട്ട വലിയൊരു കൂട്ടം മനുഷ്യനെ ദ്രോഹിക്കാൻ, ദൈവസഭയെ ദ്രോഹിക്കാൻ ശത്രു ഉപയോഗിക്കുന്ന ഈ കാലഘട്ടം നാം അതിലുൾപ്പെട്ടു പോകാതെ ഒരൊറ്റ മനുഷ്യൻ നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സ് തണുക്കണം, ഹൃദയം തണുക്കണം. ആകെ ഒരു ആശ്വാസം ആ സഹോദരനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഉള്ളൂ. ആകെ ഒരു തണുപ്പെന്ന് പറയുന്നത് ആ സഹോദരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഉള്ളൂ എന്ന് പറയട്ടെ. നാം ഹീനരായെന്ന് ലോകം വിധിച്ചാലും ദൈവം നമ്മെ ശ്രേഷ്ഠരെന്ന് വിധിക്കും. കാരണം എന്താണെന്നറിയാമോ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എത്ര ഉയരത്തിൽ ചാടിയാലും സമ്മാനം മേടിക്കണമെങ്കിൽ താഴ്ത്തു വരണം എന്ന് ലോകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി മുട്ടുമുടക്കുകയാണ്. മുട്ടുമുടക്കി സ്തുതിയും സ്തോത്രം തുടങ്ങി. കോലാഹലമൊക്കെ ശരി തന്നെയാണ്. തൻ്റെ ഭക്തൻ വലയിൽ അകപ്പെടുത്തി ദൈവം വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവൻ, തീയിലും വെള്ളത്തിലും കൂടി കടന്നു വന്നവൻ, മനുഷ്യരെ തലമേൽ കയറി ഓടിക്കുമാറാക്കിയവൻ, ഒടുവിൽ ദൈവം സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് അവൻ തൻ്റെ വഴിപാട് അർപ്പിച്ചു കഴിഞ്ഞു. അവൻ സ്തുതിയും സ്തോത്രവും പുറപ്പെടുവിച്ചപ്പോൾ അവനിൽ നിന്നുണ്ടായിരുന്ന പ്രകാശം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ഒരാളും ഈ ലോകത്തിലില്ല. ചെലവ് ചെയ്താൽ ഭൗതികമായിട്ട് നമ്മൾ എന്തെല്ലാം കോലാഹലം കാണിച്ചാലും ഇതൊന്നും ദൈവത്തിന് മുമ്പാകെ ഉന്നതമല്ല.
മനുഷ്യൻ്റെ മുമ്പാകെ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പാകുന്നു. ദൈവത്തിൻ്റെ മുമ്പാകെ ഉന്നതമായത് ഇതാകുന്നു. എന്ത്? സഹിക്കുക, പീഡ അനുഭവിക്കുക. മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ, തുപ്പലിന് മുഖം മറയ്ക്കരുത്, വേണ്ടുവോളം നിന്ന് അനുഭവിക്കട്ടെ. ഒരു കാര്യം ഓർക്കുക, കർത്താവ് എന്നേക്കും മറന്നു കളയുകയില്ല. ചിലപ്പോൾ തോന്നും കർത്താവ് മറന്നു കളഞ്ഞുവോ? വേണ്ട, മറന്നു കളഞ്ഞിട്ടില്ല. ഒരു ദിവസമുണ്ട്, സമൃദ്ധിയുടെ ദിവസം. ഒരു സമൃദ്ധിയുടെ ദിവസം അന്ന് ഓർക്കും. ദാവീദ് പറഞ്ഞ പോലെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ നടന്ന് ഒരു ദിവസം ശൗൽ എന്നെ കൊല്ലും. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അവസാനം ഇങ്ങനെ എനിക്കറിയാം. ഒരു ദിവസം അവൻ എന്നെ കൊല്ലും. കാരണം അവൻ്റെ കയ്യിൽ വാളുണ്ട്. അന്ന് അവരുടെ മുമ്പിൽ വെച്ച് കുന്ത എറിഞ്ഞതാ. ഒരു പൊട്ടിക്കാ തെറ്റിപ്പോയത്. ഇല്ലെങ്കിൽ അന്ന് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഞാൻ തീർന്നേനെ. ഇത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അന്ന് ഞാൻ തീരും. തീർന്നില്ല. ഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു. ഒരു ഭക്തി നഷ്ടപ്പെട്ടവൻ, നേര് നഷ്ടപ്പെട്ടവൻ ചെയ്ത പ്രവൃത്തിയാണ്. ഏത് വിധേനയും ദാവീദിനെ കൊല്ലുന്നവർക്ക് സമ്മാനം. അവൻ്റെ വിചാരം എന്താണെന്നറിയാം? ഒരു ദിവസം യഹോവ ഇവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇതാണ് വിചാരം. പിന്നെ അവൻ അധൈര്യപ്പെടുമോ? കാരണം അവൻ വഴിതെറ്റിയവൻ്റെ ചിന്താഗതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യർക്ക് കണക്കൂട്ടാവുന്നതല്ല. 12-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ ഞാൻ ഇന്ന് വിശ്വസ്തത എന്ന വിഷയം എടുക്കണം എന്ന് ആണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ ദൈവം ഇത്രത്തോളം സഹായിച്ചല്ലോ. ഒറ്റ കാര്യം നമ്മൾ ഓർത്തുകൊള്ളാം, യഹോവേ രക്ഷിക്കണമേ. എവിടെ? ജാതികളിൽ നിന്നല്ല, വാൾ കൊണ്ട് വരുന്നവരിൽ നിന്നല്ല, യുദ്ധത്തിൽ നിന്നല്ല, ഭൂകമ്പത്തിൽ നിന്നല്ല. അതിനേക്കാളും വലിയ അതിനേക്കാളൊക്കെ അപകടം പിടിച്ച ഒന്നുണ്ട്. അതാണ് നേര് നഷ്ടപ്പെട്ട ഭക്തൻ. അത് പുറത്തല്ല, ഇതിൻ്റെ അകത്താ. നേര് നഷ്ടപ്പെട്ടവൻ, വളഞ്ഞ വഴിയിലേക്ക് തിരിഞ്ഞവൻ, അവൻ നിമിത്തം. ഭക്തി നഷ്ടപ്പെട്ടവൻ, അവൻ നിമിത്തം ഇന്ന് ദൈവത്തിൻ്റെ സഭ കടന്നു പോകുന്ന വഴികൾ വലുതാണ്, ഭയങ്കരമാണ്. എന്നാൽ ഈ സങ്കീർത്തനക്കാരൻ തന്നെ, ഈ 66-ാം സങ്കീർത്തനക്കാരൻ തന്നെ ഒടുവിൽ പറഞ്ഞു, ഭക്തന്മാരായുള്ളവരെ, ഭക്തന്മാരില്ലാതെ പോകുന്ന നിങ്ങൾ രക്ഷിക്കണമെന്ന് പറഞ്ഞല്ലോ. അവരോടല്ല പറയാനുള്ളത്, ഭക്തന്മാരായിട്ടുള്ളവരെ കൂടി വരുവേ. നിങ്ങളൊന്ന് കൂടി വന്നേ. ഇതിനകത്ത് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടമുണ്ടല്ലോ, അവരൊന്ന് കൂടി വന്നേ. ഞാൻ പറയാം. എന്താ പറയുന്നത്? എൻ്റെ പ്രാണന് വേണ്ടി അവൻ ചെയ്തത് ഞാൻ വിവരിക്കാം. ഈ കാര്യങ്ങൾ എത്രയും നടന്നല്ലോ. ഞാൻ പിറുപിടുത്തിട്ടുണ്ട്, ഞാൻ വീണ് പലപ്പോഴും ദൈവത്തെ കുറ്റക്കാരനായി തീർന്നിട്ടുണ്ട്. എങ്കിലും എന്നെ കർത്താവ് ഒന്ന് സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ഈ സ്ഥാനത്തെത്തിച്ചല്ലോ. നിങ്ങളൊന്ന് കൂടി വാ. ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തിൻ്റെ ജനമൊന്ന് കൂടി വാ. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തതെന്ന് ഞാൻ വിവരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. മറ്റാരേക്കാൾ കൂടുതൽ ഈ വചനം എൻ്റെ പ്രാണനെ തണുപ്പിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ പ്രാണനെ ആശ്വസിപ്പിച്ചെന്ന് ഞാൻ ഇന്ന് അറിയുകയാണ്. അറിയുകയാണ്. എൻ്റെ അനുഭവമാണത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സങ്കടമുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഇനിയും ഞാൻ താഴാതിരിക്കുന്ന ഏതെങ്കിലും വശമുണ്ടോ എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ഏതെങ്കിലും കർത്താവ് ഇനിയും ഞാൻ താഴാത്ത വശങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. നീ എന്നെ വിശ്വസ്തയോടെ താഴ്ത്തിയിരിക്കുന്നു. വിശ്വസ്തയോടെ താഴ്ത്തുന്നവൻ, നശിച്ചു പോകാൻ സമ്മതിക്കാത്തവൻ, അവനിന്നും കൂടെയുണ്ട്. ഒറ്റ പ്രാർത്ഥന, കർത്താവേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നത് രക്ഷിക്കണമേ. ഭക്തി നഷ്ടപ്പെട്ടു പോയി മനുഷ്യന്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവർ ഈ ലോകത്തിൽ ഇന്ന് എണ്ണമറ്റ് വന്നിരിക്കുകയാണ്. അതും പുറത്തല്ല, ദൈവസഭയിലാണ്. അവരിൽ നിന്ന് തൻ്റെ ജനത്തെ ദൈവം രക്ഷിപ്പാൻ പ്രസാദിക്കുവാനാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് തന്ന വചനങ്ങൾക്കായി സ്തോത്രം.
ഞങ്ങളോട് കർത്താവ് സഹതാപം തോന്നണം. ഞങ്ങളെ കർത്താവ് കേൾപ്പിച്ച വചനപ്രകാരം ഞങ്ങൾ ശുദ്ധീകരണവും വിടുതലും ആശ്വാസവും അഭിവൃദ്ധിയും പ്രാപിപ്പാൻ ഇടവരുമാറാകട്ടെ. കർത്താവ് മഹത്വം ഞങ്ങൾക്ക് ആരാധനയ്ക്കായി സ്തോത്രം. ഇസ്രായേലിൻ്റെ സ്തുതികളുമേൽ വസിക്കുന്നവൻ ഞങ്ങളുടെ സ്തുതികളുമേൽ വസിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങളുടെ സ്തുതി നേരുള്ളവന് കർത്താവ് ഉചിതമായ സ്തുതി തന്നെ ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരട്ടെ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊതുസഭയ്ക്ക് വേണ്ടി കർത്താദാസന്മാർക്ക് ദൈവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേലസ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ആയുധങ്ങളായി ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആയുധങ്ങളായി തന്നെ കർത്താവെ ഉപയോഗിക്കപ്പെടുവാൻ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ക്രിസ്തുവിന്റെ നാമത്തിൽ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും.